ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് XXL സൈസിലുള്ള പലാസോ എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഫാബ്രിക് 4 മടക്കിയിടുക. മുകൾ ഭാഗത്ത് ബെൽറ്റിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ മാർക്കിങ്ങിൽ കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇനി പലാസോയ്ക്ക് വേണ്ട റെഡി ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 38 ഇഞ്ച് മാർക്ക് ചെയ്യാം. ലെങ്ത് എത്ര വേണമെങ്കിലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അവിടുന്ന് താഴേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഫോൾഡ് ചെയ്യാനായിട്ടാണത്. ഇനി നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്യാം. ഹിപ്പിൻ്റെ മെഷർമെൻറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്യുക. 44 ഇഞ്ചാണ് ഹിപ്പ് വരുന്നത്. അപ്പോൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 2.5 ഇഞ്ച് കൂട്ടുമ്പോൾ 13.5 ഇഞ്ച് വരും. അപ്പോൾ 13.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഹിപ്പ് ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഇതേ അളവ് തന്നെയാണ് ഹിപ്പ് ലെങ്ത്തും വരിക. 13.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഹിപ്പിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് കൂട്ടുക. അപ്പോൾ 13.5 ഇഞ്ച് തന്നെ വരും. അത് മാർക്ക് ചെയ്യുക. ഇനി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഹിപ്പിൻ്റെ ഈ ലൈനൊന്ന് നീട്ടി അവിടേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഹിപ്പ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബോട്ടത്തിൻ്റെ മെഷർമെൻ്റ് ആണ് വേണ്ടത്. അതിന് നമ്മൾ ആദ്യം ഹിപ്പ് മെഷർമെൻറ്റ് നോക്കണം. ഇവിടെ 16 ഇഞ്ചാണ് വരുന്നത്. ആ മെഷർമെൻറ്റ് തന്നെ താഴത്തും മാർക്ക് ചെയ്യുക. ബോട്ടം മെഷർമെൻറ്റ് ശരിക്കും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം, കുറയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ 16 ഇഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഹിപ്പ് മുതൽ ബോട്ടം വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇപ്പോൾ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ലൈനിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പാൻറ് ഒന്ന് നിവർത്തി അതിൻ്റെ ഹിപ്പ് ലൈൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 സൈഡും. ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തത് സെൻറ്ററിൽ വരുന്ന പോലെ പലാസോ നിവർത്തിയിടുക. താഴെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം 1/2 ഇഞ്ച് മടക്കുക, പിന്നെ 1.5 ഇഞ്ച് കൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡും അതുപോലെ തന്നെ ചെയ്യുക. ആദ്യം 1/2 ഇഞ്ച് മടക്കുക, പിന്നെ 1.5 ഇഞ്ചും കൂടി മടക്കുക. ഇനി സെൻറ്റർ സ്റ്റിച്ച് ചെയ്യാം. സെൻറ്റർ മാറിപ്പോകാതെ
ഒരുമിച്ച് വെച്ച് പിൻ ചെയ്ത് വയ്ക്കാം. പിൻ ചെയ്തതിന് ശേഷം ഒരു കാല് തുടങ്ങി മറ്റേ കാല് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി മുകളിൽ ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കുക. പിന്നെ 2 ഇഞ്ചിലേക്ക് മടക്കി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ ഓപ്പണിംഗ് ഇടാൻ മറക്കരുത്. ഇലാസ്റ്റിക് കടത്താനായിട്ടാണത്. ഇലാസ്റ്റിക് എടുക്കുമ്പോൾ വേസ്റ്റ് മെഷർമെൻറ്റിലും 3 ഇഞ്ച് കുറവെടുക്കുക. വേസ്റ്റ് മെഷർമെൻറ്റ് 39 ആണെങ്കിൽ 36 ഇഞ്ച് ഇലാസ്റ്റിക് മതിയാവും. ഒരു സേഫ്റ്റി പിൻ വെച്ച് ഇലാസ്റ്റിക് ഒരു സൈഡിൽ കൂടെ കടത്തിയിട്ട് മറ്റേ സൈഡിൽ കൂടെ വലിച്ചെടുക്കുക. ഇലാസ്റ്റിക്കിൻ്റെ 2 അറ്റവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇലാസ്റ്റിക് കടത്താൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഇഞ്ച് ഓപ്പണിംഗ് ഇട്ടതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇലാസ്റ്റിക് എല്ലാ ഭാഗവും ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് ഒന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ നടുവിലൂടെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പലാസോ റെഡിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.